ഇതാ സിലോൺ പൊറോട്ട കറിയുടെ കൂടെ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്, ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് സോൾട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും മിക്സാക്കി എടുത്ത് വരാം. മുട്ടയും പഞ്ചസാരയും സോൾട്ടൊക്കെ ഒന്ന് മിക്സാക്കി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് മിക്സാക്കി വരാം. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് വരാം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊന്ന് മിക്സാക്കി വരട്ടെ. അപ്പോൾ ഏതാ മാവ് ശരിക്കും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് നെയ്യോ എണ്ണയോ തേച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്, ഒരു അരമണിക്കൂറെങ്കിലും മൂടി വെച്ച് കൊടുക്കും. 1 മണിക്കൂറൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. അതങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഏതാ പൊറോട്ടക്കുള്ള ബോളാക്കി എടുക്കാം. കുറച്ച് നേരത്തെ ഒന്നും കൂടി മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഇത് ബോളാക്കി എടുക്കാം. ബോൾ നന്ന വലുതായാൽ പൊറോട്ട കട്ടിക്കായിട്ട് കിട്ടും. അത് കട്ടിയാണ്, കുറച്ച് ചെറുതാക്കി എടുത്താൽ നന്നായിരിക്കും. ചെറുതായിരുന്നു പൊറോട്ടൻ്റെ സൈസിൽ തന്നെ. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ബോളാക്കി വരട്ടെ. അപ്പോൾ ഇതാ ബോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാ ബോളും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം, പൊട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഓയിൽ തേച്ച് കൊടുത്ത് വരട്ടെ. അപ്പോൾ ഇത് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് നോക്കാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കാം. അപ്പോൾ പൊറോട്ട ഒന്ന് പരത്തിയെടുക്കാം അല്ലേ. ഓയിൽ കുറച്ച് തേച്ചിട്ടുണ്ട്, ഓയിൽ എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നന്നായി പരത്തിയെടുക്കണം. പരത്തി കുറച്ചിട്ട് ഒന്ന് ഇതിലേക്ക് പരത്തിയെടുത്തിട്ട് അപ്പോൾ ഒന്ന് വീശിയെടുക്കാം. നല്ല നൈസായിട്ടൊന്ന് വീശിയെടുക്കേണ്ടത്. അങ്ങനെ ലാസ്റ്റൊക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കിട്ടും. ഇങ്ങനെ മടക്കി കൊടുക്കാം, ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചിട്ട് അങ്ങോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ടിങ്ങനെ കൂടെ പൊട്ടിച്ച് കൊടുക്കാം. തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മടക്കിയ സാധനം ആദ്യം അടിഭാഗത്താണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറച്ച് കൂടുതൽ തൂവി കൊടുത്താൽ നന്നായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതൊന്ന് അടിഭാഗം റെഡിയായി വരട്ടെ. ഒന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗം റെഡി ആയിട്ടുണ്ടാകും നോക്കാം. റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് പൊറോട്ട റെഡി ആയിട്ടുണ്ട്, സിലോൺ പൊറോട്ട. അത് മാറ്റി വെക്കട്ടെ. അപ്പോൾ അടുത്ത പൊറോട്ടയും കൂടി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. സൈഡൊക്കെ കട്ട് കുറച്ചിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് വീശി വരട്ടെ. സാധാ കേരള പൊറോട്ട കൂട്ട് വീശുന്നമാതിരി റൗണ്ട് വീശി കൊടുക്കാം. ലാസ്റ്റ് മാത്രം വരുമ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെഞ്ഞ് വരും. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് വീശി കൊടുക്കുക. അടിഭാഗമൊക്കെ കാണുന്നുണ്ടത്, നല്ല ടിഷ്യൂ അങ്ങനെ വെച്ചാൽ അടിഭാഗം കാണുന്നത് അതേപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. ലാസ്റ്റ് അതിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് മടക്കി കൊടുക്കാം. ഒന്നിവിടുന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നീളത്തിൽ കിട്ടും. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ആദ്യം കുറച്ച് ഓയിൽ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കാം. ആ മടക്കിയ സാധനം അടിയിൽ ആദ്യം വെച്ച് കൊടുക്കണം. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കട്ടെ. മടക്ക ഭാഗം ആദ്യം അടിയിൽ കൊടുത്തില്ലെങ്കിൽ മോൾ ഭാഗത്ത് വെച്ചാൽ ആ ചൂട് തട്ടുമ്പോൾ വിടർന്ന് വരും. അപ്പോൾ ഇതാ ഓയിൽ തൂവി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെച്ച് ചെയ്യാം. അപ്പോൾ അടിഭാഗം റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അടുത്തത് അതേപോലെ ബാക്കിയുള്ള പൊറോട്ട കൊണ്ട് ഇതേപോലെ ചെയ്ത് വരട്ടെ.